ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല സ്വാദിഷ്ടമായ ചക്കയടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നന്നായിട്ട് പഴുത്ത ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ വേണം. തേങ്ങ ചിരകിയത് ഒരു മുറി എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരപ്പാനി വേണം. ഇവിടെ ഒരു 200 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് കട്ടിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിയായിട്ടായാലും ചേർക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു 500 ഗ്രാം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും വേണം. പിന്നെ കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളവും വേണം. പിന്നെ ഇത് നമ്മൾ വാഴയിലയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വാഴയില ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഗോതമ്പ് മാവിലേക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നമ്മൾ അമർത്തി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കരുത്, എങ്കിലേ മാവ് ഹാർഡാവും. അപ്പോൾ അതുകൊണ്ട് അത്ര അമർത്തി കുഴയ്ക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ മാവ് ഇതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കയും ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഈ ശർക്കര പാനിയിലൊക്കെ കിടന്ന് നന്നായി ഒന്ന് വെന്ത് വരണം. ശർക്കര പാനിയൊക്കെ വറ്റി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിലേക്ക് ഈ മാവൊന്ന് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് പരത്തി കൊടുക്കാം. പരത്തുന്നതിന് മുൻപ് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വാഴയിലയിലും കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിംഗ് വെക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ അതേ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മതിയാവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ സ്വാദിഷ്ടമായ ചക്കയുടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. പലരും നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. 50% മുകളിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. തുടർന്നും നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രോത്സാഹനം എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.